നമസ്കാരം. TC ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും വെള്ളക്കെട്ടിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 10ാം വർഷത്തിൽ പ്രതി കാണാമറയത്ത്. കൊലക്കേസിൽ 7 മാസം ജയിലിൽ കിടന്ന മുഹമ്മദ് ഷെരീഫ് ജാമ്യം കിട്ടി പുറത്തു വന്ന ശേഷം മുങ്ങുകയായിരുന്നു. 2012 ജൂലൈ 21 രാത്രി 2 മണിയോടെ അരീക്കോട് എടവണ്ണപ്പാറ റോഡിൽ ആലുങ്ങൽ മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ അകലെ കട റോഡിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. കുഴൽപ്പണം കൈമാറാനെത്തിയ ആളെ ആക്രമിച്ച് പണവും സ്കൂട്ടറും ഫോണും തട്ടിയെടുത്ത കേസിലെ പ്രതികളെ പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചു. കൊടക്കൽ വാവൂർക്കുന്നിൽ വീരാഞ്ചിറയിലുമാണ് പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. SI പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിന് എത്തിച്ചത്. കുഴൽപ്പണ കവർച്ച. കൊട്ടേഷൻ സംഘം നേതാവ് ഉൾപ്പെടെ 4 പേർ പോലീസിന്റെ പിടിയിൽ. വീടിന്റെ പൂട്ട് കുത്തി തുറന്ന് സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. 8.5 പവൻ സ്വർണമാണ് തമിഴ്നാട് സ്വദേശി മഞ്ജുനാഥ് മോഷ്ടിച്ചത്. ഇയാൾക്കെതിരെ മഞ്ചേരി, വേങ്ങര, കോട്ടക്കൽ എന്നിവിടങ്ങളിൽ തമിഴ്നാട്ടിൽ നിരവധി മോഷണ കേസുകളുണ്ട്. കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ നിന്നും ഇറങ്ങിയാലും വീണ്ടും മോഷണം നടത്തുകയാണ് പതിവ്. വിപണിയിൽ പച്ചക്കറി വില കുറയാതെ നിൽക്കുന്ന സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നു. പച്ചക്കറി ഉൽപാദന സംസ്ഥാനങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയാണ് വിപണിയിൽ വില കൂടാൻ കാരണമായതെന്ന് കച്ചവടക്കാർ പറയുന്നു. ഓണക്കാലം എത്തുന്നതോടെ വില ഇനി ഉയരുമോ എന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. പനിച്ചു വിറച്ച് മലപ്പുറം ജില്ല. പ്രതിദിന ചികിത്സ തേടുന്ന 2000-ലധികം രോഗികൾ. മഴ ശക്തമായതോടെയാണ് പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത്. എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ മതിയായ ഡോക്ടർമാർ ഇല്ലാത്ത ദുരിതം ഇരട്ടിക്കുന്നു. മണിപ്പൂരിൽ നടക്കുന്ന വംശീയ അക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് SDP തിരു മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. താഴെപ്പാലിൽ നിന്ന് തുടങ്ങിയ പ്രകടനം തിരുനഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തീകരിച്ച ചെമ്പ്ര കൈതക്കുളത്തിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. 12 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരണം പൂർത്തീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് K. സൽമ നിർവഹിച്ചു. ഡയറ്റിന്റെ അക്കാദമിക പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തകരിൽ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ബ്ലോഗ് പ്രകാശനം ചെയ്തു. എഡ്യൂക്കേഷണൽ ടെക്നോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ബ്ലോഗ് രൂപകൽപ്പന ചെയ്തത്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ ബ്ലോഗ് പ്രകാശനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്ക് മധ്യ കേരളത്തിലും ജാഗ്രത. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ജില്ലകൾക്ക് അവധി. ഇതോടെ ടോപ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.